ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇത്രയും നേരം ഈ ഒരു കോൺവെർസേഷൻസ് എല്ലാം കണ്ട ഫൈറ്റും കോൺവെർസേഷനും കാര്യങ്ങളും എല്ലാം കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഒരു റിവ്യൂവർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് പച്ചയായ അഭിപ്രായങ്ങളാണ് ഞാൻ തുറന്നു പറയാനായിട്ട് പോകുന്നത്. ഫാൻസോ PR ഹേറ്റേഴ്സോ ഒക്കെ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമന്റ് സെക്ഷനിലേക്ക് പോവുക. നിങ്ങൾ പറയാൻ വന്ന തെറിയൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോവുക. വളരെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്, അൺസെൻസേർഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരുടെ ഫാൻ ആണെങ്കിലും നിങ്ങൾ ഏത് ആർമിയിലുള്ള മെമ്പർ ആണെങ്കിലും ആർമിയുടെ ആ ഒരു പടച്ചട്ടയും സാധനങ്ങളൊക്കെ ഊരി വെച്ചിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആണ്, ക്ലീൻ സ്ലേറ്റോട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച നോമിനേഷനിൽ വരാത്തതായിട്ട് ആകെ 4 പേരേ ഉള്ളൂ. സാബുമാൻ, ആദില, അനീഷ്, അനുമോൾ. ഇതില് അനീഷും അനുമോളും വളരെയേറെ സപ്പോർട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്, ജനപ്രീതിയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ ഇവരെ 2 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ കുറച്ചു നേരമായിട്ട് ലൈവിലെ കോൺവെർസേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിലയും അതേപോലെ തന്നെ ഷാനവാസും, ആദില നൂറ ഷാനവാസ് തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ, അതില് ഇവർ 2 പേരും പോയി ചെന്ന് സംസാരിക്കുന്ന ആളുകൾ, അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ഗെയിം എന്താണ് എന്നുള്ളത്. ഷാനവാസിന് വേണ്ടത് പ്യുവർലി അനീഷിന്റെ ആരാധകരുടെ സപ്പോർട്ടാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ടാണ് ഷാനവാസിന് വേണ്ടത്. അത് കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇപ്പൊ ഷാനവാസ് ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഇണങ്ങും പിണങ്ങും കമ്പനിയാവും ഒടക്കും, അപ്പൊ അത് ശാശ്വതമാണ് എന്നുള്ള രീതിയിൽ, അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നോർമലൈസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമാണ്, നല്ലൊരു ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കിക്കൂടെ, നിങ്ങൾക്ക് സോൾവ് ആക്കി വീണ്ടും ആങ്ങളെയും പെങ്ങന്മാരുമായിട്ട് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് പിന്നെ ഷാനവാസിനൊന്നും പറയാനായിട്ടില്ലായിരുന്നു. അപ്പൊ ഷാനവാസ് അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നത് പ്യുവർലി ഷാനവാസിന്റെ ഒരു ഗെയിമാണ്. കുറെയൊക്കെ ഷാനവാസിന്റെ ഗെയിമാണ്, കുറെയൊക്കെ ആത്മാർത്ഥമായിട്ടും പുള്ളി നിൽക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. കുറെയൊക്കെ ഗെയിം തന്നെയാണ്, കാരണം ഷാനവാസിന് അനീഷിന്റെ ആ ഒരു സപ്പോർട്ട് വേണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. നൂറയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നൂറയ്ക്ക് അനുമോളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടണം. അതിനായിട്ടാണ് നൂറ കരഞ്ഞു കാണിച്ചതും പരിപാടിയും ഒക്കെ. കാരണം നൂറയ്ക്ക് ഇതിപ്പോ ഷാനവാസുമായിട്ട് ഉടക്കി ഏത് രീതിയിലാണ് ഇത് പുറത്തേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അനുമോളുടെ ആ ഒരു സപ്പോർട്ടിൽ നൂറയും സേഫ് ആവണം, നൂറയ്ക്കും സേഫ് ആവണം എന്നുള്ളതാണ് നൂറയുടെ ഗെയിം. പിന്നെ ഇതിലൊക്കെ അപ്പുറത്തെ സൈഡില് ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊളിറ്റീഷ്യൻ നിപ്പുണ്ട്. സാബോണന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം പടയെ കുരുതി കൊടുത്ത നമ്മുടെ രാജാവ് അക്ബർ ഖാൻ. അക്ബറിന്റെ ഉദ്ദേശം ഇന്ന് ആര്യനെ എങ്ങനെയെങ്കിലും സേവ് ആക്കി ആര്യന്റെ ആ ഒരു വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നടന്നില്ല. അതിനായിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തത്, മൊത്തം നടന്നില്ല. അക്ബർ ആകെ ആശങ്കയിൽ നിൽക്കുകയാണ്, എങ്ങനെയാണ് ഈ ആഴ്ച മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഈ ആഴ്ച ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്, ഞാൻ ഔട്ടാവോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയിൽ അക്ബർ ഇരിക്കുകയാണ്, ആശങ്കയിൽ ഇരിക്കുകയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അക്ബറിന് എങ്ങനെയെങ്കിലും ആര്യന്റെ ആ ഒരു വോട്ടായിരുന്നു വേണ്ടത്. ആര്യന്റെയും കിളിപോയി നടക്കുകയാണ്. കാരണം ആര്യന് വളരെയേറെ വേണ്ട ഒരു കാര്യമായിരുന്നു ആ ഒരു ഇമ്മ്യൂണിറ്റി. സെക്രട്ടേറിയറ്റിൽ നിന്നും ലിറ്ററലി ആര്യൻ ഇങ്ങനെ അലറി വിളിച്ച് കരയുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഐ നീഡ് ദാറ്റ് ഇമ്മ്യൂണിറ്റി മാൻ, ഐ നീഡ് ദാറ്റ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പൊട്ടിക്കരയുന്നതായിട്ട് കണ്ടിരുന്നു. നെവിനും വേണ്ടത് അത് തന്നെയായിരുന്നു. നെവിനും നോമിനേഷനിലുണ്ടല്ലോ. അപ്പൊ നെവിനും വേണ്ടത് ആര്യന്റെ ആ ഒരു സപ്പോർട്ടാണ്. ആര്യനെ എങ്ങനെയെങ്കിലും സേവ് ആക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആര്യന്റെ ആ ഒരു സപ്പോർട്ട് ഇവരിലേക്ക് വന്നേനെ. ആര്യന് വലിയ സപ്പോർട്ട് ഉണ്ടെന്നല്ല, PR ആണ് ആര്യന് ബേസിക്കലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇവരിലേക്ക് വന്നേനെ. അതായിരുന്നു ഇവരുടെ ഗെയിം. ഇതിലൊന്നും പെടാതെ 2 വൈൽഡ് കാർഡുകളുണ്ട്. ഒരു പലകൃഷ്ണൻ പോലത്തെ ഒരു സാബു മാൻ ഉണ്ട്, പിന്നെ ലക്ഷ്മി ഉണ്ട്. ലക്ഷ്മി സാബുമാനെ പിന്തുണയ്ക്കാൻ പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നുമില്ല. ലക്ഷ്മി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗ്രാജുവലി ലക്ഷ്മിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതും ഈ പറയുന്ന അനീഷിനെ ഷാനവാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുണ്ടായി വന്ന സപ്പോർട്ടാണെന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ സാബുമാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സേഫ് ആയിട്ട് നിൽക്കുന്നത്. സേഫ് ആയിട്ടുള്ള ഗെയിമും സേഫ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലും നിൽക്കുന്നത് സാബുമാനാണ്. സാബുമാൻ ഇപ്പൊ ക്യാപ്റ്റനും ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു സംഭവത്തിന് പ്രസക്തി ഇല്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്യുവർലി പൊളിറ്റിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രാഷ്ട്രീയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ വോട്ട് പിടിക്കാനായിട്ട് അണികള്
ഒരു മെയിൻ നേതാവിനെ അടിച്ചിടാനായിട്ട് ശ്രമിക്കുന്നു, നേതാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ്, രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടറിയാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.